ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു വക്കീൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ആ വക്കീലോട് നിങ്ങളുടെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ടോ എന്ന്. ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നില്ല എന്ന് മാത്രമല്ല, അവരവിടെ ചില കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ആവേശത്തോടു കൂടിയിട്ട് ആ എറണാകുളം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ വിളിക്കുകയാണ്. എന്താ പറയുന്നത്? വിളിച്ചിട്ട്, ഇത് ഞാനല്ല പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആരുമല്ല ഇത് വെളിപ്പെടുത്തിയത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകരാണ് പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തിയത്. എന്താ വക്കീൽ വിളിച്ച് പറയുന്നത് പോലും? വക്കീൽ വിളിച്ച് പറയുന്നത്, ശിവൻകുട്ടിക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിന് നല്ല പണി കൊടുത്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ എന്നാ പറയുന്നത്. അപ്പോൾ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയം അത് അടിയന്തരമായി പരിഹരിച്ച് അവസാനിപ്പിക്കുന്നതിന് പകരം അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, അവിടെ വർഗീയത ആളിക്കത്തിക്കാൻ VD സതീശൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ഏജൻറ്റിനെ അങ്ങോട്ട് അയക്കുകയാണ് വക്കീൽ വേഷം കെട്ടിയിട്ട്. എന്നിട്ട് ആ വക്കീൽ അവിടെ പോയിട്ട് അതും ഇതും പറഞ്ഞിട്ട് ആ പരിസര ബോധമില്ലാതെ അവരവിടുന്ന് വിളിച്ച് അവരെ അയച്ച ആളുകളോട് പറഞ്ഞ കാര്യം ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ട, ഗൗരവത്തോടുകൂടി കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. വർഗീയത ശക്തിപ്പെടുത്താനാണ് UDF ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് RSSനെതിരായി ശക്തമായി പറയേണ്ട സന്ദർഭങ്ങളിൽ പോലീസിനെതിരായി ആ വികാരം തിരിച്ചുവിടുന്നത്. അതുതന്നെയാണ്, അതിൻ്റെ തുടർച്ചയാണ് പേരാമ്പ്രയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. പേരാമ്പ്രയിലും അതാ കണ്ടത്. പേരാമ്പ്രയിൽ ഞങ്ങൾ അന്നേ പറഞ്ഞു അത് ഷാഫിയുടെ ഷോയാണെന്ന് പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ എല്ലാം ബോധ്യപ്പെട്ടല്ലോ. എവിടെ നിന്നാണ് നാടൻ ബോംബ് വന്ന് വീണത്? എന്തിനായിരുന്നു അങ്ങനെ ഒരു പ്രകടനത്തിന് ബോംബുമായിട്ട് ഷാഫിയുടെ അനുയായികൾ അവിടെ എത്തിയത്? ഇപ്പോൾ സമാധാനത്തിൻ്റെ വലിയ വെള്ളരിപ്രാവായിട്ട് അഭിനയിക്കുന്ന, വലിയ റീൽസുമായിട്ട് ആളുകൾക്കിടയിൽ പ്രവേശിക്കുന്ന ആളുകൾ എങ്ങനെയാണ് തുറന്നു കാട്ടപ്പെട്ടത്? എല്ലാ കാര്യവും അധികാലം മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പം ഷാഫിയുടെ മുഖംമൂടിയാണ് പേരാമ്പ്രയിൽ അഴിഞ്ഞു വീണത്. ഷാഫിയുടെ ഷോ അവർ കരുതിയത് കടയുടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ബോംബ് എറിഞ്ഞാൽ ആരും കാണില്ല എന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരുടെ അങ്ങേയറ്റത്തെ ആത്മസംയമനം കൊണ്ടാണ് അവിടെ ഒരു വലിയ കലാപം ഒഴിവായത്. കാരണം അവർക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ പ്രകടനം നടത്തിയിട്ട് അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞു, ഷാഫി വരുന്നുണ്ട് പോലും, അവൻ വല്ല ഷോയും കാണിക്കും, അതുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോവുക. അപ്പോൾ നേരത്തെ ഉറപ്പിച്ചു അവിടെ ഒരു സംഘർഷമുണ്ടാക്കണം, അവിടെ കുറച്ച് പ്രശ്നമുണ്ടാക്കണം. അതിനാണ് ബോംബൊക്കെ ആയിട്ട് വന്നത്. എന്തിനു വേണ്ടിയാ? കോൺഗ്രസ് അകപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട്. യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല. ഓരോ ദിവസവും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പലവിധത്തിലുള്ള വീഡിയോ സന്ദേശങ്ങൾ, ഓഡിയോ സന്ദേശങ്ങൾ, പെൺകുട്ടികളുടെ ദൈന്യതയാർന്ന കരച്ചിൽ വീഡിയോ, ഗർഭചിത്രത്തിന് വിധേയമാക്കപ്പെട്ടു, ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന ഭീഷണി എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആളുകൾക്കിടയിൽ ഒറ്റപ്പെട്ട കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കുക. അതിനിപ്പോൾ അവർക്ക് വർഗീയ കലാപം വേണം, അതിനിപ്പോൾ അവർക്ക് സംഘർഷം വേണം. അതാണ് പേരാമ്പ്രയിൽ കണ്ടത്. അതാണ് ഈ പള്ളുരുത്തി സ്കൂളിനെ മുൻനിർത്തിയിട്ട് കോൺഗ്രസ് ആസൂത്രണം ചെയ്തത്. അതാണ് കേരളത്തിൽ പല സ്ഥലത്തും അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഇത്തരം പ്രകോപനങ്ങൾക്ക് മുമ്പിൽ ജനങ്ങൾ വീഴരുത് എന്നാണ്. പല നമ്പറുകളുമായിട്ടും ഷോകളുമായിട്ടും 2026 തെരഞ്ഞെടുപ്പിനെ, തദ്ദേശ തെരഞ്ഞെടുപ്പിനെല്ലാം മുൻനിർത്തിയിട്ട് കോൺഗ്രസ് വലിയ രൂപത്തിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കലാപത്തിന് തന്നെയാണ് അവർ ഒരുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിയാൻ കേരളീയ സമൂഹം തയ്യാറാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.